നമസ്കാരം. മൈൻഡ് ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ അബ്രഹാം, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പഠനത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പൊതുവായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാനും എങ്ങനെ പഠിക്കണം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഠിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. പഠിക്കുന്ന കുട്ടികൾ പൊതുവെ പറയുന്നൊരു പരാതിയാണ് പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു, ശരിയായിട്ട് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ: ഒന്ന്, പഠിക്കാൻ ഇരിക്കുന്ന നമുക്കൊരു ശാന്തമായ ഒരിടം ഉണ്ടായിരിക്കണം. നല്ല വെളിച്ചമുള്ള, നല്ല അന്തരീക്ഷമുള്ള, യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത ഒരിടം നമുക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കണം. കൂടാതെ നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അന്തരീക്ഷം നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കണം. നല്ല അന്തരീക്ഷത്തിലിരുന്ന് പഠിക്കുവാൻ ശ്രമിക്കണം. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്രമീകരിച്ച്, കുടിക്കാനുള്ള വെള്ളം, എഴുതാനുള്ള പേന, വരയ്ക്കാനുള്ള പെൻസില്, മറ്റു ഉപകരണങ്ങളെല്ലാം അടുത്ത് വെച്ചിട്ട് വേണം. അല്ലെങ്കിൽ ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതായിരിക്കണം എന്നാണ്. വളരെയേറെ മെത്തേഡുകളുണ്ടെങ്കിലും പോമഡോറോ മെത്തേഡ് എന്നൊരു വളരെ പ്രസിദ്ധമായ ഒരു മെത്തേഡാണ്. അതിൻ്റെ മെത്തേഡിൻ്റെ പ്രത്യേകത: ഒന്ന്, ടൈം മാനേജ്മെൻറ്റ് അതിനകത്തുണ്ട്. രണ്ടാമത്, ഫോക്കസ് ഓറിയൻറ്റഡ് ആണ്. മൂന്നാമത്, അത് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഫ്രാൻസിസ്കോ സെറില്ലോ എന്ന് പറയുന്ന ഒരു IT പ്രൊഫഷണലാണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. ഇത് വളരെ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് മെത്തേഡെന്ന് ചോദിച്ചാൽ, ഒന്ന്, 25 മിനിറ്റ് നമ്മൾ ഫുൾ അറ്റൻഷനോടും ഫോക്കസോടും കൂടെ പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും അടുത്ത 25 മിനിറ്റ് ഫുൾ അറ്റൻഷനോടും ഫോക്കസോടും പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം 15 തൊട്ട് 30 വരെയുള്ള ഒരു നീണ്ട ബ്രേക്ക് എടുത്ത് ശേഷം വീണ്ടും അടുത്ത പഠനത്തിലേക്ക് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ മെത്തേഡ് ഇങ്ങനെ തുടരാവുന്നതാണ്. ഇത് വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. വളരെ നല്ലൊരു മെത്തേഡായിട്ടാണ് പൊതുവെ ലോകം മുഴുവൻ ഇത് അറിയപ്പെടുന്നത്. രണ്ടാമത്, ഏത് വിവരങ്ങളും നമുക്ക് മെമ്മറികൾ പൊതുവെ 3 തരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെൻസറി മെമ്മറി. ഏത് വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ 5 സെൻസസ് ഓഫ് അവർ ബോഡിയിലൂടെയാണ് നമുക്ക് പെർസെപ്ഷൻ ഉണ്ടാകുന്നത്, പെർസീവ് ചെയ്യുന്നത്. അതിന് നമ്മൾ സ്റ്റിമുലി എന്ന് പറയും. ഒരുപക്ഷെ നമ്മൾ വായിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടതോ കണ്ടതോ നമ്മൾ രുചിച്ചതോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് സ്റ്റിമുലിയാണ്. അത് വളരെ കുറച്ച് സമയം മാത്രമേ സെൻസറി മെമ്മറി, അങ്ങനെ നമ്മുടെ 5 സെൻസസിലൂടെ കിട്ടുന്ന മെമ്മറി വളരെ ചുരുക്ക സമയം മാത്രമേ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കത്തുള്ളൂ. ആ സെൻസറി മെമ്മറി പിന്നീട് അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ, സെൻസറി മെമ്മറിയിൽ വന്ന സ്റ്റിമുലിയെ, കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ഫിൽട്ടർ ചെയ്ത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പാസ് ചെയ്യപ്പെടും. രണ്ടാമത്തെ മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറി, വർക്കിംഗ് മെമ്മറി എന്നതിന് മറ്റൊരു പേരുണ്ട്. അവിടെ ഇൻഫർമേഷൻസ് എൻകോഡ് ചെയ്യപ്പെടുന്ന നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ, തലച്ചോറിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലും പെരിറ്റൽ ലോബിലുമാണ് ഇൻഫർമേഷൻസ് എൻകോഡ് ചെയ്യപ്പെടുന്നത്. കുറച്ച് സമയം മാത്രമേ, 20 തൊട്ട് 30 സെക്കൻഡ് മാത്രമേ ഷോർട്ട് ടൈം മെമ്മറിക്ക് ഈ ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്ത് വയ്ക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു ഫോൺ നമ്പർ ഉദാഹരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു, അത് നമുക്ക് ഒന്ന് ഉപയോഗിച്ചു, പിന്നീട് രണ്ടാമത് പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുകയോ കേൾക്കുകയോ ചെയ്തതിന് ശേഷം മാത്രമേ അത് പിന്നീട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം നമ്മളത് അതേപടി മറന്നു പോകാനിടയാകുന്നു. അപ്പോൾ വിത്തൗട്ട് റിഹേഴ്സൽ അത് വീണ്ടും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നതല്ല. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, അവർ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് വായിച്ചത് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിഞ്ഞു. അത് ഷോർട്ട് ടൈം മെമ്മറിയിലാണ്. ആ പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പഠിച്ചത് ഓർക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മുടെ പഠനങ്ങളെല്ലാം എക്സാം ഫോക്കസ്ഡ് ആയിട്ട് മാറുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. എക്സാം ഫോക്കസ്ഡ് അല്ല, നോളജ് അക്വയറിങ് ഫോക്കസ്ഡ് ആയിട്ട് മാറണം. കൂടുതൽ അറിവുകൾ സമ്പാദിക്കുന്നുണ്ട്, അതൊരു സ്കില്ല് നമുക്കുണ്ട്, അത് ഡെവലപ്പ് ചെയ്യുകയും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുകയും ചെയ്യും. മാത്രമല്ല, ഷോർട്ട് ടൈം മെമ്മറി നമുക്ക് ലഭ്യമായ ഇൻഫർമേഷൻസ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലും പെരിറ്റൽ ലോബിലുമായിട്ട് എൻകോഡ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിൻ്റെ നിയോ കോർട്ടെക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മറന്നു പോകും. അപ്പോൾ ലോങ് ടൈം മെമ്മറി നമുക്ക് ഉള്ളത് തലച്ചോറിൻ്റെ നിയോ കോർട്ടെക്സിലാണ്. അവിടേക്ക് ഈ കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പ്രാഥമികമായി അത് ചെയ്യേണ്ട ഒന്ന്, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻസ് വെരി വെൽ. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ അറ്റൻഷൻ വളരെ നന്നായി കിട്ടുകയും നന്നായിട്ട് നമുക്കത് ഓർമ്മയിൽ നിലനിൽക്കുകയും ചെയ്തു. രണ്ടാമത്, പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റിവേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുക.
ക്ലാസ്സിൽ പഠിച്ച ദിവസങ്ങൾ തന്നെ അന്ന് വൈകിട്ട് തന്നെ നോട്ട്സ് വായിച്ചതിന് ശേഷം അത് വീണ്ടും 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് വായിക്കണം. 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും വായിക്കണം. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് വായിക്കണം. അങ്ങനെ നമ്മൾ 15ാമത്തെ ദിവസം വീണ്ടും വായിക്കും. അങ്ങനെ നമ്മൾ ആവർത്തിച്ച് പഠനത്തിലൂടെ നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. അടുത്തൊരു മെത്തേഡാണ് എലാബറേഷൻ. നമുക്ക് മുൻപ് അറിവുള്ള കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുക. നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുവാനിടയാകുന്നു. അടുത്തൊരു മെത്തേഡാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷനകത്ത് പ്രധാനമായിട്ടും ഗ്രൂപ്പിംഗ്, കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. ഓരോ വിവരങ്ങളും അതിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പഠിക്കുക. മൃഗങ്ങളെക്കുറിച്ചുള്ളതാണെങ്കിൽ അതിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക, സസ്യങ്ങളെക്കുറിച്ച് അതിൻ്റെ കാറ്റഗറി ഉൾപ്പെടുത്തുക, പക്ഷികളെക്കുറിച്ചുള്ള അതിൻ്റെ കാറ്റഗറി, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഡിവൈഡ് ചെയ്ത് പഠിക്കുക, വിഭാഗിച്ച് പഠിക്കുക. ഇപ്പോൾ ഒരു സ്പെല്ലിംഗ് പഠിക്കുക, കളർ എന്നുള്ളൊരു സ്പെല്ലിംഗ് ആണ്. അപ്പോൾ CO എന്ന് അത് 2 അക്ഷരങ്ങൾ ആദ്യം, രണ്ടാമത് LO, മൂന്നാമത് UR. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ നിൽക്കുവാനും സഹായമാകുന്നു. അടുത്തൊരു മെത്തേഡാണ് ഹൈറാർക്കീസ് എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് എൻ്റെ വർഷങ്ങൾക്കനുസരിച്ച് 1847 എന്ത് സംഭവിച്ചു, 1840 ഇതെല്ലാം അടുക്കടുക്കായി നമ്മളത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ 1847 സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ കാലം നമുക്ക് ഓർത്തിരിക്കുവാനും അത് കൂടുതൽ കാലം നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുവാനും ഇടയാകുന്നു. പഠിക്കാനും വളരെ എളുപ്പമാണ്. അടുത്തൊരു മെത്തേഡാണ് സ്കീമ മെത്തേഡ്. അതായത് ഇപ്പം ഫ്രൂട്ടുകളിലൊന്നാണ് ആപ്പിൾ. അപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളതിന് റെഡ് കളറാണ്, അത് മധുരമുള്ളൊരു ഫ്രൂട്ടാണ്, സ്വീറ്റ് ആണ്, അതുപോലെ തന്നെ അത് ഹെൽത്തിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് കണക്റ്റഡായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മെത്തേഡ്. അടുത്തൊരു മെത്തേഡ് വിഷ്വലൈസേഷൻ ഉണ്ട്, അസോസിയേഷൻ. അതായത് മെൻ്റൽ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഇമാജിനറി പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള മെൻ്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് സംഭവിക്കുന്നതായി നമ്മൾ കാണുക. അങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നതിനെക്കുറിച്ച്, അന്തരീക്ഷത്തിലെ ചൂട് നിമിത്തം വെള്ളം ചൂടായി നീരാവിയായി മാറി അത് ആകാശത്ത് ചെന്ന് അത് തണുത്തുറഞ്ഞ് മഴയായി പെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ മെൻ്റൽ പിക്ചറാക്കി മാറ്റുമ്പോൾ ഒരിക്കലും അത് മറക്കും. അങ്ങനെയുള്ള മെൻ്റൽ പിക്ചേഴ്സാക്കി ഇൻഫർമേഷൻസിനെ മാറ്റുക. അതുപോലെ തന്നെ കഥകളാക്കി മാറ്റുക. നമ്മൾ പഠിക്കുന്ന വിവരങ്ങൾ കഥകളും കഥാപാത്രങ്ങളും ആക്കി മാറ്റുക എന്നുള്ള മറ്റൊരു മെത്തേഡാണ്. അപ്പോൾ അതെല്ലാം ഓരോ കഥാപാത്രങ്ങളാക്കി മാറ്റുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ ദീർഘകാലം നിലനിൽക്കുന്നു. അടുത്തൊരു മെത്തേഡാണ് ഇമോഷണലി ഉള്ള നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഇമോഷൻസുമായിട്ട് അത് ലിങ്ക്ഡ് ആണെങ്കിൽ ഒരിക്കലും ആ കാര്യങ്ങൾ മറക്കത്തില്ല. അതൊരു സൂപ്പർ ഗ്ലൂ ആണ് ഇമോഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെമ്മറിയിൽ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇൻഫർമേഷൻസ് ഇമോഷണൽ ലിങ്ക് ഉള്ളതാക്കി മാറ്റുക. അങ്ങനെ കണക്റ്റഡ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മാനസികമായി നമ്മൾ പ്രയാസപ്പെട്ട അനുഭവങ്ങളുമായിട്ടോ ദുഃഖകരമായ അനുഭവങ്ങളുമായിട്ടോ അത് ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ ദീർഘകാലം നമുക്ക് ഓർമ്മയിൽ ഇരിക്കുവാനിടയാകുന്നു. പഠിക്കുന്ന കുട്ടികളുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഇത് റീകോൾ ഈ പഠിച്ച ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ റീകോൾ ചെയ്യുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് റീകോൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പരിശോധിക്കുക നമ്മുടെ ഓർമ്മയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കുക. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് വായിക്കുകയും അത് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരികയും അത് എഴുതി നോക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഈ സ്പെല്ലിങ്സ് തെറ്റാൻ ഇടയാകരുത്. ടെക്നിക്കൽ ടേംസോ സയൻറ്റിഫിക് നെയിംസോ ഒക്കെ ഉള്ളതാണെങ്കിൽ സ്പെല്ലിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി നോക്കേണ്ടത്, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുള്ളത് എഴുതി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പഠിക്കുന്ന കുട്ടികളിലെ മറ്റൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. ഉറങ്ങാതിരുന്ന് പഠിക്കുക. ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമായിട്ടുള്ള യാതൊരു റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമുക്ക് നമ്മുടെ മെമ്മറിയുടെ കൺസോളിഡേഷൻ നടക്കുന്നത് ഡീപ്പ് സ്ലീപ്പിലാണ്. പ്രത്യേക REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറയും. നമ്മൾ സ്വപ്നം കാണുമ്പോഴാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആ സ്ലീപ്പിലേക്ക് ഡീപ്പ് സ്ലീപ്പിലാണ് അത് സംഭവിക്കുന്നത്. ആ സ്ലീപ്പിലാണ് നമ്മുടെ പെരിഫെറൽ കോർട്ടക്സിലും അതുപോലെ പെരിറ്റൽ ലോബിലുമുള്ള ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻസ് നിയോ കോർട്ടക്സിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലോങ് ടേം മെമ്മറി ആകുന്ന നിയോ കോർട്ടക്സിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് ഡീപ്പ് സ്ലീപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാതിരുന്ന് പഠിച്ചാൽ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യപ്പെടത്തില്ല, ട്രാൻസ്ഫർ ചെയ്യപ്പെടത്തില്ല. നന്നായി ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് പാസ് ചെയ്യപ്പെടും. അതാണ് നമുക്ക് ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുന്ന അറിവുകൾ അതായിരിക്കും. അതുകൊണ്ട് ഉറങ്ങാതിരുന്ന് പഠിച്ച സ്ട്രെസ്സ് കൂടാൻ സാധ്യതയുണ്ട്. അത് മെമ്മറിയെ വളരെ മോശമായി ബാധിക്കും. അതുകൊണ്ട് അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന സമയം തൊട്ട് പഠനം തുടങ്ങുക, വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക. ഈ മെത്തേഡുകൾ യൂസ് ചെയ്ത് ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
പഠിക്കുന്ന എല്ലാവരും ഉന്നതമായ നിലയിലെത്തുവാൻ, വലിയ വിജയങ്ങൾ കൈവശമാക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.